6 മാസത്തിനിടെ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വരും ദിവസങ്ങളിൽ യുക്രൈൻ യുദ്ധവും ഗസ യുദ്ധവും ട്രംപ് അവസാനിപ്പിക്കുമോ? അങ്ങനെ ട്രംപ് സമാധാന നൊബേൽ നേടുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. 3 പതിറ്റാണ്ടായി നീണ്ടു നിൽക്കുന്ന സംഘർഷമായിരുന്നു അസർബൈജാനും അർമീനിയയും തമ്മിൽ ഉണ്ടായിരുന്നത്. നിരവധി യുദ്ധങ്ങൾ, അനവധി മരണങ്ങൾ. ഈ മാസം 8-ന് വൈറ്റ് ഹൗസിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷ്നിയാനും ഹസ്തദാനം ചെയ്തു. ഇരുവരുടെയും കൈകൾക്ക് മുകളിൽ മധ്യസ്ഥതയുടെ കൈവച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ദക്ഷിണ കോക്കസസ് എന്നറിയപ്പെടുന്നതും കിഴക്കൻ യൂറോപ്പ് മുതൽ പടിഞ്ഞാറൻ ഏഷ്യ വരെ നീണ്ടു നിൽക്കുന്നതുമായ തന്ത്രപ്രധാന ഭൂമിശാസ്ത്ര മേഖലയിൽ 2 അയൽരാജ്യങ്ങളാണ് സമാധാനത്തിലേക്ക് നീങ്ങിയത്. കംബോഡിയ തായ്ലൻഡും തമ്മിലെ യുദ്ധം, ഇസ്രായേൽ ഇറാൻ സംഘർഷം, റുവാണ്ട കോങ്കോ യുദ്ധം, ഇതിലെല്ലാം ട്രംപ് ഇടപെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും അവസാനിപ്പിച്ചത് താനാണെന്നാണ് ട്രംപിൻ്റെ വാദം. ഇസ്രായേൽ, പാകിസ്ഥാൻ, കംബോഡിയ, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കൾ ട്രംപിനെ സമാധാന നൊബേലിന് നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ കൂടി അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രംപ്. അതിലൊന്ന് യുക്രൈൻ റഷ്യ യുദ്ധമാണ്. കഴിഞ്ഞയാഴ്ച US-ലെ അലാസ്കയിൽ ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടന്നു. തുടർന്ന് ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുടിൻ ട്രംപിന് കൈമാറി. തൊട്ടുടനെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു. പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കിയെ ട്രംപ് ധരിപ്പിച്ചു. പുടിൻ്റെ ആവശ്യങ്ങൾക്ക് സെലൻസ്കി വഴങ്ങിയാൽ 3.5 വർഷമായി തുടരുന്ന യുദ്ധത്തിന് അവസാനം ആകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. യുക്രൈനെ നാറ്റോയുടെ അംഗമാക്കില്ല എന്ന് ചർച്ചയ്ക്ക് മുമ്പേ തന്നെ ട്രംപ് സൂചന നൽകി. 2014-ൽ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രൈമിയ തിരിച്ചു നൽകുന്നതും ചർച്ചയാക്കില്ലെന്ന് ട്രംപ് തൻ്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. യുക്രൈനെ നിർവീര്യമാക്കുന്നു എന്ന തോന്നലിൽ യൂറോപ്യൻ നേതാക്കളുടെ ഒരു വൻ പട തന്നെ സെലൻസ്കിക്കൊപ്പം വൈറ്റ് ഹൗസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി തുടങ്ങി നിരവധി പേരാണ് US-ലെത്തിയത്. ഇവരുമായെല്ലാം ട്രംപ് ചർച്ച നടത്തി. സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പെന്ന് യൂറോപ്യൻ നേതാക്കൾ പ്രതികരിച്ചു. ചർച്ചയിലെ തീരുമാനങ്ങൾ പുടിനെ അറിയിക്കാൻ ട്രംപിനെ ചുമതലപ്പെടുത്തിയാണ് യൂറോപ്യൻ നേതാക്കൾ മടങ്ങിയത്. സ്വാഭാവികമായും പുടിനെയും സെലൻസ്കിയെയും 2 വശത്തിരുത്തി ട്രംപിൻ്റെ ഒരു മധ്യസ്ഥ ചർച്ച, അതിനാണ് വഴിയൊരുങ്ങുന്നത്. പിന്നീട് അവശേഷിക്കുന്നത് ഗസ യുദ്ധമാണ്. ട്രംപിന് പരിഹരിക്കാൻ ഏറ്റവും കഠിനമായ പ്രശ്നം. ഹമാസിനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിനെയും ഈജിപ്തിനെയുമാണ് ട്രംപ് ചുമതലപ്പെടുത്തിയത്. മധ്യസ്ഥർ നൽകിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കും എന്ന് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനെക്കുറിച്ചും ദീർഘകാല വെടിനിർത്തലിനെക്കുറിച്ചും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ താൽക്കാലികമായി ആരംഭിക്കാനുമെല്ലാം പുതിയ വെടിനിർത്തൽ കരാറിൽ നിർദ്ദേശമുണ്ട് എന്നാണ് സൂചന. ഇക്കാര്യങ്ങളെല്ലാം നെതന്യാഹുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ട്രംപ് ഏറ്റു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് കൗതുകമുള്ള ചോദ്യം. ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന നൊബേൽ പുരസ്കാര ശ്രമങ്ങളും സമാധാന ഉടമ്പടികളും മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ അഥവാ മാഗ ടീമിൻ്റെ അജണ്ടകളിലാണ് നയിക്കപ്പെടുന്നത്. ട്രംപിനെ ആഗോള സമാധാന നായകനായി അവതരിപ്പിക്കൽ, ഈ നോമിനേഷനുകൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കൽ, ഒബാമയുടെ നൊബേൽ നേട്ടത്തെ മറികടക്കൽ, ആഭ്യന്തര രാഷ്ട്രീയ നേട്ടത്തിനായി ഇതിനെ ഉപയോഗിക്കൽ, ഭരണപരാജയങ്ങളും വിമർശനങ്ങളും മറച്ചുവെക്കൽ, വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തൽ, മാഗ മീഡിയയുടെ പിന്തുണ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിശാല ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ട്. ട്രംപിൻ്റെ ഉടമ്പടികൾ താൽക്കാലികമാണെന്നും യുദ്ധങ്ങളുടെ മൂലകാരണങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുമുള്ള വസ്തുത ഉയർത്തിയാണ് മാഗ ടീമിനെ വിമർശകർ നേരിടാൻ ഒരുങ്ങുന്നത്.